കുറച്ച് നേരം കാട്ടിൽ പോയിട്ട് നിന്ന് പെർമിഷൻ എടുക്കാം കേട്ടോ. പീനട്ട് തോട്ടം പൂണ്ടോ അടിപൊളി ഭംഗിയാണ് കേട്ടോ. അവർക്കായി ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഓൾ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആഴ്ചയിലെ കുറച്ച് അടിപൊളി കാഴ്ചകളാണ് നിങ്ങളിത് കാണാൻ പോകുന്നത്. അപ്പം പിന്നെ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മളിന്ന് കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ പഴയ വീട്ടിലെ കുറേ സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇന്ന് നമ്മൾ കാണാത്ത കുറച്ച് പ്രദേശങ്ങളിന്ന് കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മിസ് ചെയ്യാതെ വീഡിയോസ് മൊത്തം കാണാം. നമ്മൾ പൊള്ളാച്ചി വന്നതിന് ശേഷം നമ്മൾ രാവിലെ നമ്മളൊരു മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ കേരള സ്പെഷ്യൽ രഞ്ജിതയുടെ സവാള അരിയോടരി അരിയോടരി. ഇതാണ് നമ്മുടെ മീൻ. ഈ മീൻ്റെ പേരെന്ത് പറയുന്നത്? സിലോപ്പിയ. ഓക്കെ. ഓ, നിനക്കൊരറിയാം, എനിക്ക് പോലും അറിയത്തില്ല. അവൾ പറയാം സിലോപ്പിയ. ഓക്കെ, ഈ മീനാണ് നമ്മളിന്ന് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൗസി. കൗസി കൗസി നോക്കൂ, കൗസി കൗസി ഇങ്ങ് പാർ കൗസി. ഇത് കൗസി. കൗസി രാവിലെ നമുക്ക് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണം. എന്താ കൗസി നമ്മൾ ചെയ്യാൻ പോകുന്നത്? ടൊമാറ്റോ റൈസാണ്. ടൊമാറ്റോ റൈസ് എന്നാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കാപ്പിയെ കുടിച്ചു. രഞ്ജിത ഇവിടെ രാവിലെ രഞ്ജിത വേണം. രഞ്ജിത ഇല്ലാത്ത ഒരു കളി എൻ്റെ വീടിക്കത്തില്ല. അപ്പം നമ്മുടെ ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ മുളക് കറിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ കിട്ടാറുണ്ട്. നമ്മളിവിടെ കോഴഞ്ചേരി പോയാൽ മതി. അത് ഇവിടുത്തെ സവാളയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ? ഇത്രയും വലിയൊരു വെളുത്തുള്ളി. ഇങ്ങനെ വെള്ളുള്ളി തന്നെ. ഇത് വെള്ളുള്ളിയാ പൂണ്ടാ? വെള്ളപ്പൂണ്ട്. ഓ, ഇത് വെള്ളുള്ളി നിങ്ങളുടെ പറയുമായിരുന്നു. അത് കന്നഡത്തിലാണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വെള്ളുള്ളി പറയും. പൂണ്ട്. എൻ്റെ മണ്ടത്തിലാണോന്ന് അറിയില്ല കേട്ടോ. എന്നാൽ പൂണ്ടെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി മണമാണ് കേട്ടോ സംഭവം. തിളക്കട്ടേ. ഇവിടെ മീനിട്ടു. അതിന് തൊട്ടിപ്പുറത്ത് രഞ്ജിത അവിടെ മീൻ കറി വെച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതും ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ചരുവത്തിനകത്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾ തോന്നിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ചട്ടി അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇവിടെ ഈ പാത്രമാണ്. ഇത് വീട്ടിലേ സെഞ്ചതാ. ടേസ്റ്റ് പണിട്ടുമാ ഇത് ഇവിടെ വീട്ടിലേ ചെയ്ത എന്നാ കട്ടിയാ. സ്വല്പം കൊടു. ഇത് റവലഡു ആണ് കേട്ടോ. നമ്മൾ മൂളിയിട്ടുണ്ടോ? സൂപ്പറായിരിക്കും റവലഡു. സംഭവം സൂപ്പറായിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മീനെടുത്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻ അരപ്പൊക്കെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളി സാധനങ്ങളൊക്കെ ആണ്. റവലോട് അടിപൊളിയായിട്ടുണ്ട്. റൈസിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇനി റൈസ് ഇടാൻ പോവുകയാണ്. കൗസിയുടെ സ്പെഷ്യലാണ് കേട്ടോ കൗസി. ടൊമാറ്റോ റൈസ്. ലെമൺ റൈസ് ഞാൻ പറഞ്ഞില്ലേ, സോറി. ടൊമാറ്റോ റൈസ് ഉണ്ട്. പിടിച്ചോ? எங்கூட டெமோ பண்றதே സൂപ്പർ ആണ്. ഞാൻ തന്നെ വെച്ചോണ്ട് ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചെയ്തൂട്ടി എങ്ങനെ ഉണ്ട്? ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് ജസ്റ്റ്. ഇത് ചേച്ചിയുടെ ടിപ്സ് ആയിരുന്നു. മറ്റേ നാരങ്ങ നീരൊഴിച്ചിട്ടുള്ളത്. ചേച്ചി കഴിഞ്ഞ ദിവസം മീൻ കൊണ്ടുവന്നപ്പോൾ അതിനകത്ത് നാരങ്ങ നീരൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മറ്റേ അതായത് ടൊമാറ്റോ റൈസ്. അതും മീൻ കറി കൂടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ കറി കഴിക്കണ്ടോ? മീൻ കറിക്ക് നല്ല കിട്ടും. എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് ഇവിടുത്തെ സിലമ്പാട്ടം എന്നാൽ ഒന്ന് കണ്ടേക്കാന്ന് വിചാരിച്ചു. സിലമ്പാട്ടം എന്ന് പറയുന്നത് ഇവിടുത്തെ തമിഴ്നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആയോധന കലയാണ് സിലമ്പാട്ടം എന്ന് പറയുന്നത്. ഒരു മുളവടി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്കറിയത്തില്ല. ഇത്തരം സംഭവമാണ്. ഇവിടുത്തെ ഒരു സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇവിടുത്തെ ചെറിയ കുട്ടികൾ സഹിതം വലിയവരടക്കം, ചെറിയ കുട്ടികൾ തൊട്ട് വലിയവർ വരെ പഠിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സിലമ്പാട്ടം എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർക്ക് മാത്രമാണെങ്കിൽ പഠിക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു മുളവടിയാണിത്. അപ്പോൾ ഈ മുളവടി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ സിലമ്പാട്ടം ചെയ്യുന്നത്. അപ്പോൾ ഈ മുളവടി എന്ന് പറയുന്നത് അവരുടെ, ഇപ്പം കുട്ടികളാണെങ്കിൽ അവരുടെ നീളത്തിനൊക്കെ ആയിരിക്കും ആ മുളവടി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് കണക്കൊന്നും അല്ല. ഇവളിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ധാരാന്നാണ് അവളുടെ പേര്. ഇവളിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ.
അപ്പം ഇത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് ഈ മുളയുടെ നമ്മൾ ഈ കമ്പ് കറക്കുന്ന പോലും നമുക്ക് കാണാൻ പറ്റില്ല, അത്രയ്ക്ക് സ്പീഡിലായിരിക്കും അവരിത് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും ഇവരുടെ ശരീരത്തിൻ്റെ വടിവുകളാണ്, ശരീരം അവർ അത് ഉപയോഗിച്ച് നല്ല ഷേപ്പിലൊക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. അതും മൂവ്മെൻറ്റ്സും കൈയുടെ മൂവ്മെൻറ്റ്സും ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സും എല്ലാം ഒരുപോലെ ഇരിക്കണം, അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഇത് ദക്ഷൻ ഇപ്പോൾ നമുക്ക് വേണ്ടി രാവിലെ ഉറക്കത്തിനൊക്കെ എണീറ്റ് വന്നിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവൻ്റെ നീളത്തിനനുസരിച്ചിട്ടുള്ള കമ്പാണത്. അപ്പം ഇത് ആ കമ്പിനകത്തൊക്കെ പ്രത്യേക തരത്തിലുള്ള ഇങ്ങനെ കൊത്തു വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, അതായത് കയ്യിൽ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവനിപ്പോൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവനിപ്പോൾ ഇനി ഒരുപാട് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല സ്പീഡിൽ ഇവൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്പീഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പോലും നമുക്കറിയാം, കമ്പ് പോലും കാണാൻ പറ്റത്തില്ല, അമ്മാതിരി സ്പീഡിലായിരിക്കും ചെയ്യുന്നത്. കാരണം നമ്മുടെ വൈകുന്നേരം മാരേജ് ഫംഗ്ഷൻ പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ആളവിടെ നിന്ന് കേസരി കഴിക്കാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കേസരി കഴിച്ചിട്ട് പോകത്തുള്ളൂ. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കേസരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുത്തെ ജസ്റ്റ് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് കേസരി കഴിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ കാട്ടിലോട്ടോ. ഇവിടെ ഏതോ ഒരു കാടുണ്ടെന്ന്, ഞാൻ കാട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കേസരി കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാട് കാണാൻ വേണ്ടി പോകും. കൗസു, ഇതാണ് നമ്മുടെ കേസരി, കേസരി. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചിന്നയാണ്. അങ്ങനെ കേസരി വന്നിരിക്കുകയാണ്. കേസരി ഇതുണ്ട, കേസരി കൊള്ളാം. ഞാനിത് കഴിച്ചിട്ട് ഇറങ്ങണം. ജസ്റ്റ് നമ്മളങ്ങനെ കാട് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ്. കാട് കാണാൻ വേണ്ടി കൗസ് നമ്മുടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ്. അല്ലായിരുന്നില്ലേ, സോറി, കാടെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച കാടല്ല കേട്ടോ. ഈ കാട് വേറെ കാട്, ഇത് കൃഷി എന്നാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണുക കേട്ടോ. കാടല്ല, അവരുടെ ഭാഷയിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി എന്നാണ് അവർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. രഞ്ജിനാണ് പറഞ്ഞിട്ട് എന്തുവാ സംഭവം നിങ്ങൾക്ക് അറിയത്തില്ല കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ഇത് തന്നെയാണ് കേട്ടോ. അവിടെ ഉണ്ട്, ഞാൻ കൗസല്യയുടെ വീട്ടിലും ഇവിടെ കുറച്ചൊക്കെ പിച്ച് വെച്ചിരിക്കുന്ന കണ്ടായിരുന്നു, അങ്ങനെ കണ്ടതാണ് കേട്ടോ. ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ. ഇവിടെയൊക്കെ വാഴത്തൊപ്പ, അതെല്ലാം കരിമ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇതെല്ലാം കരിമ്പാണ്. അല്ല, ഇത് ചോളം കേട്ടോ, ഇത് ചോളമാണ്. ചോളമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം, നിങ്ങൾക്ക് മൊത്തത്തിലുള്ള വ്യൂ കാണിച്ചു തരാം. പീനട്ട് തേവണ്ട സാധനമാണ് അതന്നെ. കാട് കേട്ടോ, കാടെന്ന് പറഞ്ഞ ഇതിനാണ് കേട്ടോ. ഞങ്ങളുടെ ഫ്രഷ് പീനട്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കൊണ്ടുവരുന്ന സാധനമൊന്നുമല്ല, ഫ്രഷ് സാധനം നാടെ കേട്ടോ. ഇനി നമ്മുടെ നാട്ടിൽ ഇത് സംഭവം ഉണക്കി എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ. കേട്ടോ, ഫ്രഷ് സാധനമാണ്. പച്ചക്കപ്പലിൻ്റെ ഒക്കെ കേട്ടോ. ഇത് പുഴുങ്ങിയിട്ടും കഴിക്കുന്നവരുണ്ട് കേട്ടോ ഈ സാധനം. നമ്മുടെയൊക്കെ വറുത്തൊക്കെ കൊണ്ടുവരുന്ന ഉപ്പിട്ടൊക്കെ വറുത്തിട്ട് ഇത് പുഴുങ്ങിയിട്ടും കഴിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മൾ വിൽക്കാനുണ്ട്. ഉണ്ടോ, ഫ്രഷ് സാധനമാണ് കേട്ടോ. ഇതോരോ ചോളകൃഷികൾ എന്തോന്നൊക്കെ. ഇത് ചോളമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് ഇവിടെയൊക്കെ തെങ്ങിൻ തോപ്പുകളൊക്കെയാണ് കേട്ടോ. അതൊക്കെ ദൂരം ഹരിതോറിൻ്റെ പച്ചപ്പല്ലി. നേച്ചർ ബ്യൂട്ടി. നമുക്ക് അവിടെ അങ്ങോട്ട് പോകാവേ. പീനട്ടിൻ്റെ അവിടെ അങ്ങോട്ട് പോകാം. നമ്മൾ ഇന്നടുത്ത് നിന്നൊരു 2 കിലോമീറ്റർ ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് പോകാൻ. ഈ പന്നി നമുക്ക് നടുക്കാട്ടിൽ പോയി നിന്ന് പൊന്നിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നടുക്കാട്ടിൽ പോയിട്ട് നിന്ന് പൊന്നിച്ചെടുക്കണ്ട. പീനത്തെ തോട്ടത്തിൽ കൂടെ ഞാൻ നടക്കുകയാണ്. ഇതെല്ലാം പറഞ്ഞെടുക്കുന്ന വാഹനമാണല്ലോ. ആ മാമൻ്റെ ആ പുള്ളിയുടെ ആണ് ഈ ഫോട്ടോ. ഓ, ഇവിടത്തേക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ എല്ലാം ഉണ്ട് കേട്ടോ.
ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവലാണ് കേട്ടോ. വൈബ് കപ്പലിൻ്റെ തൊട്ടൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ പൊന്നു ഇതുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഉണ്ട് ഇവിടെ ഇത്രയൊക്കെ നിൽക്കുന്ന ആ വെള്ള കളർ അത് കണ്ടല്ലേ, അവിടെ തൊട്ട് ആ ലൈൻ കൊടുത്ത് ഇങ്ങനത്തെ ഈ ഇവിടെ വരെ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ടോ ഇന്നുമാതിരി ഇത്രയും നിറച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലോട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഇനിയുണ്ട് കേട്ടോ അപ്പുറത്തെ ചോളത്തിൻ്റെതും. പിന്നെ വേറെ എന്തോ ഉണ്ട് ഇവിടെ, എള്ളുണ്ട് ഇല്ലേ, എള്ളല്ലേ എന്ന് പറയുന്നത്, പയർ എന്താണ് വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. ഇനി അവിടെയും എന്തൊക്കെയോ കൃഷികളൊക്കെ ഉണ്ടാകും ഉള്ളോട്ടൊക്കെ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയാണല്ലേ. അത് നോക്കി അവിടെ പറിക്കുന്നത്. ഇതിപ്പോൾ വിളവെടുക്കുന്ന സമയമാണോ, കൃഷി ചെയ്യുന്ന സമയമാണോ? 2 weeks. ഇതിപ്പോൾ എല്ലാം എടുത്തിടും അല്ലേ? പുള്ളിക്കാരൻ കേറാൻ പറഞ്ഞെന്നും പറഞ്ഞ് ഇങ്ങനെ വേണ്ട. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ കപ്പലിൻ്റെ തോട്ടത്തിൽ നിന്ന് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അടിപൊളി രസമുണ്ട്. പുള്ളി ഭയങ്കര കാര്യമായിട്ട് അതിനകത്ത് കയറി എന്നുള്ള പറയും. നമ്മൾ കാര്യമായിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പുള്ളി ഇനി ഈ പരിസരത്തോട്ടെ നമ്മളിനി അടുപ്പിക്കത്തില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പോവാം. അവിടെ നമ്മൾ പോകാൻ നേരത്താണ് ആ മാമൻ പറഞ്ഞത് ഇവിടെ അവരക്കാടെ ഈ ഒരു കൃഷിത്തോട്ടം ഉണ്ട്, ഇവിടെ അടിപൊളിയായി കാണാൻ, ഇവിടെ നിങ്ങൾ ഇങ്ങോട്ടൂടെ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെയും വന്ന് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ പൂവൊക്കെ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട് ഇതിൻ്റെ പൂ. അപ്പോൾ ഞാൻ അവരക്കാന്നാണ് എനിക്ക് മനസ്സിലായത് സംഭവം, അവരക്കാന്ന് തന്നെയാണെന്ന് തോന്നുന്ന പേര് കേട്ടോ. കറക്റ്റായിട്ട് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഈ സംഭവം എന്തുവാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. കണ്ടേ ഇപ്പുറത്ത് വന്നിട്ട് നമ്മുടെ ചോളം, ഇത് വെള്ളച്ചോളമാണ് കേട്ടോ, വെള്ളച്ചോളം. ഇത് അവരക്കായി എന്നാണ് പറഞ്ഞത്. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. അവരക്കായി തമിഴ് വല്ലതും തപ്പില്ല, ഗൂഗിൾ വല്ലതും തപ്പി നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് അവരൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ കൊള്ളാം കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇതിനകത്തൊരു പൂവുണ്ട് കേട്ടോ, ഇത് കാണാൻ അടിപൊളി ഭംഗിയാണ്. അത് നോക്കി പൂവുണ്ടോ, അടിപൊളി ഭംഗിയാണ് കേട്ടോ. അവരക്കായി അമരപ്പയറാണോ ഇനി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അതുകൊണ്ട് ഇതാണ് സാധനം. ഇതില്ല സാധനം, ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇതിനകത്തുനിന്ന് ഇതാ സാധനം. ഇതെന്താ സംഭവം അറിയാം, ഇതൊരു പയർ വർഗ്ഗത്തിൽപ്പെട്ട സാധനമാണ്. ഇതാണോ ഇതെടുത്തിട്ട് ഇതിനകത്ത് പയർ മാത്രമാണ് നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയറാണ് സംഭവം. കൂടുതലും ബാംഗ്ലൂർ തമിഴ്നാട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ അത്ര വലുതായിട്ട് ആരും അങ്ങനെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും, എനിക്കറിയത്തില്ല കേട്ടോ. നമ്മുടെ വീട്ടിലങ്ങനെ റെയറാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് കണ്ടു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ, ഒരുപാട് നല്ല രസമുണ്ട് വ്യൂ കേട്ടോ. പൊള്ളാച്ചിയിലൊക്കെ ഒരുപാട് സിനിമയുടെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്ന ഏരിയയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഇവിടെയും പല സിനിമ നടന്നു കാണും, എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പൊള്ളാച്ചിയിലാണ് ഏറ്റവും കൂടുതൽ തമിഴാണെങ്കിലും ബാക്കി മലയാളമാണെങ്കിലും ഒരുപാട് സിനിമകളുടെയൊക്കെ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ളത്. ഞാൻ മുമ്പത്തെ പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല, അന്യായം കേട്ടോ. ഫോട്ടോ എടുത്ത് മരിക്കും അമ്മാതിരി ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേരും ഹാംലക്ഷ്മി എന്നുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിലെ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പെപ്പർ ചിക്കൻ ഉള്ളത്, ഇത് നമ്മുടെ നാടൻ ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ. ആഹാരത്തിൻ്റെ ഇലയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രഞ്ജിത.